ഹലോ, അടുത്ത BCH കോഡാണ്. ഇതിൽ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഓൾജിബ്രയിലെ ലീനിയറിലെ കുറച്ച് കൺസെപ്റ്റ്സ് നമുക്ക് വരും. അത് നമുക്ക് നോക്കാം. അതായത് ജസ്റ്റ് P⁻n ഓർഡറുള്ള എപ്പോഴും ഒരു ഫീൽഡ് ഉണ്ടാവും. അതായത് P⁻n ഓർഡറുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും, എക്സാക്ട്ലി ഒരു ഫീൽഡാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിവിടെ P എന്ന് പറയുന്നത് പ്രൈം നമ്പർ. അപ്പൊ നമ്മളിവിടെ P കിട്ടാൻ എന്തായിട്ട് ചൂസ് ചെയ്തു? 2 ആയിട്ട് ചൂസ് ചെയ്തു. അതായത് 2 എത്ര ഓർഡർ പറയാലോ. അപ്പൊ 2 ഓർഡറുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും, 2 സ്ക്വയർ ഓർഡറുള്ള ഫീൽഡ് ഉണ്ടാവും, 2 ക്യൂബ് ഓർഡറുള്ള ഫീൽഡ് ഉണ്ടാവും, 2⁻4 ഓർഡറുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ ഏത് ഓർഡറുള്ള ഒരു ഫീൽഡും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന്, ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തത് ഒരു പോളിനോമിയൽ f(x) ഉണ്ട്. നമ്മൾ സാധാരണ ഇത്ര നാൾ എടുത്ത വേർഡ്സിനെ പോളിനോമിയൽ ആക്കുന്നത് തന്നെയുണ്ടോ? കോഎഫിഷ്യന്റ് 1 0 മാത്രം. f(x) ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ g(x) എങ്ങനെയാണ് എടുത്തത്? f(x) ഇൻറ്റു g(x) മോഡ് 1 + x⁻n എടുക്കും അല്ലേ? അപ്പൊ ഇതായിരുന്നു അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ. അതായത് f(x) ഇൻറ്റു g(x)യും അതിന്റെ ഡിഗ്രി n-1 വലുത് വരണമെങ്കിൽ മോഡ് 1 + x⁻n വെച്ച് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ എഴുതാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ f(x)ഉം g(x)ഉം 0 ആവാണ്ട് f(x) ഇൻറ്റു g(x) എന്തായി പോവാ? 0 ആയി പോവാ. അതായത് അത് എന്തല്ല, ഒരു ഇന്റഗ്രൽ ഡൊമൈൻ അല്ല. അതായത് രണ്ട് നോൺ സീറോ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ 0 വരാം. അപ്പൊ ഇന്റഗ്രൽ ഡൊമൈൻ അല്ല. ഇന്റഗ്രൽ ഡൊമൈൻ അല്ലെങ്കിൽ പിന്നെ അത് എന്തും അല്ല, ഫീൽഡും അല്ല. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവില്ല, ഫീൽഡ് ആവില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ എല്ലാ കോഡുകളും എന്താ 2⁻some ഓർഡറിലാണ് കിടക്കണേ. അപ്പൊ നമുക്ക് 2⁻some ഓർഡറിലുള്ള ഒരു ഫീൽഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ മൾട്ടിപ്ലിക്കേഷൻ വേറെ രീതിക്ക് ഡിഫൈൻ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരിക്കും പ്രശ്നം വന്നത്? ആ മോഡ് 1 + x⁻n എടുത്തായിരിക്കും അടുത്ത പ്രശ്നം. അപ്പൊ നമ്മൾ ആ മോഡിലോ 1 + x⁻n പകരം വേറെ എന്തെങ്കിലും ഒരു പോളിനോമിയൽ മോഡിലോ സം P(x) ആക്കി കഴിഞ്ഞാൽ എന്താ റിക്കവർ ആവും ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന്. അപ്പൊ അത് ഏത് പോളിനോമിയൽ എടുക്കണം എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പൊ അതാണ് കേട്ടോ ഇവിടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ പോണത്. അപ്പൊ അതിനാദ്യം ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്താന്ന് പറയണം. ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു f(x)ന് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? f(x)നെ ആകെ 2 ഫാക്ടേഴ്സ്, ഒന്ന് 1ഉം പിന്നെ f(x) മാത്രം ഫാക്ടേഴ്സ് ഉണ്ടാവുക. പ്രൈം നമ്പേഴ്സിന്റെ പ്രൈം നമ്പർ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്നുള്ള കൺസെപ്റ്റ്. അതായത് അതിന് ആകെ 2 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, 1 f(x). വേറെ പോളിനോമിയൽസ് ഒന്നും അതിന് ഫാക്ടർ ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനത്തെ പോളിനോമിയൽസിനാണ് എന്ത് പറയാ? ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പൊ നമ്മൊരു എക്സാമ്പിൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിന്റെ ഏതായിരിക്കും? f(x) = 1 + x എടുത്തു. ഇത് നമുക്ക് രണ്ട് പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം അറ്റ്ലീസ്റ്റ് പറഞ്ഞെങ്കിൽ 1 ആയി പോകണം. കാരണം ഇതിന്റെ ലീനിയർ പോളിനോമിയലാണ്. ഇനി വേറെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 + x + x². ഇത് നിങ്ങൾ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ടോ? ഇത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്നൊക്കെയും പറയും. ഇത് എന്താ ഇറെഡ്യൂസിബിൾ ആണ്. പക്ഷെ ഇത് നമുക്ക് വേറൊരു ഗുണം കൂടി തരും. ഇത് ഒരു പ്രിമിറ്റീവ് പോളിനോമിയലാണ്. അപ്പൊ പ്രിമിറ്റീവ് പോളിനോമിയൽ എന്താണെന്ന് പറയണല്ലേ? അതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ. ഷോ ദാറ്റ് f(x) 1 + x + x² + x³ is reducible over k. അത് നിങ്ങൾ ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് f(1) എന്താ വരിക? ഫസ്റ്റ് എക്സാമ്പിൾ ആണ് 120 പേജിൽ. അപ്പൊ അതിന്റെ f(1) എന്താ വരിക? 1 + 1 + 1 + 1. അതായത് 4 പ്രാവശ്യം 1 0 ആയി പോവില്ലേ? അതായത് 1 അതിനൊരു 0 ആയ അതിന്റെ അർത്ഥം എന്താ? x-1 അതിനൊരു ഫാക്ടർ. x-1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ x+1 ഉണ്ട്. അപ്പൊ x+1 അതിനെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് അതെന്തല്ല, ഇറെഡ്യൂസിബിൾ അല്ല, അത് റെഡ്യൂസ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഷോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. അടുത്ത എന്താ? let f(x) = 1 + x + x⁻4 so that it is irreducible over k. ഇത് കുറച്ചും കൂടി ഒരു നല്ല എക്സാമ്പിളാ. അതായത് നമുക്ക് നോക്കാം. അത് 1 + x + x⁻4. ഇതിന് എന്തായാലും ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടോ? ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റൂട്ട് ആവണം അല്ലെ? റൂട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് അതിനെ ഒരു എ റൂട്ട് ആണെങ്കിലുള്ള അതിനെ x - i × എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ എങ്ങനെയൊക്കെ ഫാക്ടർ ചെയ്ത് എഴുതാൻ പറ്റും? ഒന്നില്ലെങ്കിൽ 2 2 ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിന് ഒരു 1 ഡിഗ്രി പോളിനോമിയലെങ്കിലും വരേണ്ടി വരും അല്ലെ ഇതിന്റെ ഫാക്ടേഴ്സിൽ. അപ്പൊ 2 കേസുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരു ലീനിയർ പോളിനോമിയൽ എങ്കിലും ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരണം, അല്ലെങ്കിൽ 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ ആയിട്ട് വരണം.
അപ്പൊ എന്തായാലും ഇതിന് ലീനിയർ പോളിനോമിയൽ ഇതിന് ഫാക്ടർ ഇല്ല, കാരണം ഇതിന് 1 റൂട്ടല്ല 0 റൂട്ടല്ല. അപ്പൊ ഇതിന് ഇനി എന്തുണ്ടോന്ന് ചോദിക്കുന്നത് മതി. രണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതി കഴിഞ്ഞാൽ അതിന് പിന്നെയും നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യിക്കാൻ മതി, രണ്ട് സെക്കൻഡ് ഡിഗ്രി ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന്. സെക്കൻഡ് ഡിഗ്രി ഉള്ള ആകെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉള്ളൂ, അതേതാ 1 + x+x² മാത്രം. അപ്പൊ അത് ഇൻറ്റു പിന്നെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തേനുള്ളൂ 1 + x+x². അത് രണ്ടും കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ, ഇതല്ല കിട്ടാൻ പോണേ. അതുകൊണ്ട് ഇതിനെ നമുക്ക് രണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റില്ല. എപ്പോഴും ഏത് പോളിനോമിയൽ എടുത്താലും അതിനെ നമുക്ക് ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് എടുത്തു പറഞ്ഞത്. ജനറലി പറയുകയാണെങ്കിൽ രണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും, ചെക്ക് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണമെന്ന് നോക്കാനായിട്ട് സെക്കൻഡ് ഡിഗ്രി ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ആകെ സെക്കൻഡ് ഡിഗ്രിയിൽ ആകെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാൻ മതി. സെക്കൻഡ് ഡിഗ്രിയിലുള്ള എല്ലാ പോളിനോമിയൽസ് എഴുതി വെക്കുക. ആകെ അതിൽ ഇറഡ്യൂസിബിൾ ആവുന്നത് 1 + x+x² മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിൾ കുഴപ്പമില്ല. ഇനി അവർ അടുത്ത എക്സാമ്പിൾ പറയുന്നുണ്ട് 1 + x² + x⁴ ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ ഇതുപോലെ തന്നെ ഇതിനെന്തായാലും റൂട്ടില്ലല്ലോ, കാരണം f(1) 0 അല്ല, f(0) 0 അല്ല. അപ്പൊ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 1 + x+x² × 1 + x+x² മൾട്ടിപ്ലൈ ചെയ്യുക, ഇതാണ് കിട്ടുക. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഇതാണ് കിട്ടുക. അതുകൊണ്ട് ഇത് ഇറഡ്യൂസിബിൾ അല്ല, റെഡ്യൂസ് ചെയ്ത് പോയി. കാരണം 1 + x+x² × 1 + x+x² രണ്ട് പോളിനോമിയൽ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഓൾജിബ്രയൊക്കെ ആണ് അതിൽ വരണുള്ളൂ. ഇനി അടുത്താണ് പ്രിമിറ്റീവ് പോളിനോമിയൽ. ഇത് നമുക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കണ്ടുപിടിക്കുന്ന പോലെ അല്ല പ്രിമിറ്റീവ് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ. അപ്പൊ പ്രിമിറ്റീവ് പോളിനോമിയൽ എന്താന്ന് പറയണല്ലേ, ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് തന്നെ ഒരു സബ് ഡിവിഷൻ പോലെയാണ് ഈ പ്രിമിറ്റീവ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ. ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിന്റെ കുറച്ച് ആൾക്കാരെ നമ്മൾ പ്രിമിറ്റീവ് എന്ന് വിളിക്കും. അത് എങ്ങനത്തെ ആൾക്കാരെയാണ് പ്രിമിറ്റീവ് എന്ന് വിളിക്കണേന്നാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, f(x) എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആണെന്നിരിക്കുക. ഡിഗ്രി n ആണ്, f(x)ന്റെ ഡിഗ്രി n ആണ്. അങ്ങനെയാണെങ്കിൽ f(x) പ്രിമിറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ f(x) ഏതിനൊക്കെയും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. f(x) does not divides 1 + x⁻m where m strictly 2n-1. ഇനി ഞാൻ ഒരു കാര്യം പറയാം, എപ്പോഴും f(x)ന്റെ ഡിഗ്രി n ആണെങ്കിൽ f(x) എന്തിനെ ഡിവൈഡ് ചെയ്യും, f(x) 1 + x⁻, ആ m-ന്റെ സ്ഥാനത്ത് 2n-1 കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്ട്രിക്ട്ലി ലെസ് ആവാൻ വന്നത്. അതായത് f(x) എപ്പോഴും ഏതിനെ ഡിവൈഡ് ചെയ്യും, അത് ഞാൻ ഇപ്പുറത്ത് എഴുതാം. f(x) always divides 1 + x⁻²n-1. ഇതിനെപ്പോഴും f(x) എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. f(x) എപ്പോഴും 1 + x⁻²n-1 ഡിവൈഡ് ചെയ്യും. ഇനി എന്ത് ചെക്ക് ചെയ്താൽ മതി, ഈ 2n-1 ചെറിയ ഇൻഡിജേഴ്സ് എടുക്കുക. 2n-1 ചെറിയ ഇൻഡിജേഴ്സ് എടുക്കുക. അതാണ് ഈ m കിടക്കുന്നത്. m എന്ന് പറയുന്നത് 2n-1 ചെറിയ ഇൻഡിജേഴ്സ്. അപ്പൊ 1 + x⁻, ആ ചെറിയ ഇൻഡിജേഴ്സ്, അതിനൊന്നും ഏത് ഡിവൈഡ് ചെയ്യാൻ പാടില്ല, f(x) ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ആദ്യം ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ വേണം, x⁻²n-1. ഫോർ എക്സാമ്പിൾ 1 + x+x², അതിന്റെ ഡിഗ്രി n = 2 അത് പ്രിമിറ്റീവ് ആണോ എന്ന് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഇത് ഡസ് നോട്ട് ഡിവൈഡ്സ് 1 + x⁻m where m strictly less than 2n-1. ഇവിടുത്തെ n 2 ആണ്. അപ്പൊ 2n-2 - 3, m strictly less than 3. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം, ഇത് 1 + x³ ഡിവൈഡ് ചെയ്യും. ഇനി ഏതിനൊക്കെ ഡിവൈഡ് ചെയ്യാണ്ടിരുന്നാൽ മതി, 1 + x²നെ 1 + x+x² ഡിവൈഡ് ചെയ്യില്ല. ഇനി അടുത്ത് m2 കഴിഞ്ഞാൽ എന്താ, 1 + x. 1 + x² 1 + x⁻m ഡിവൈഡ് ചെയ്യരുതല്ലോ. അപ്പൊ 1 + m-ന് ചാൻസ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 0 നമുക്ക് ചെക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 + 1 0 ആയി പോകും. അതുകൊണ്ട് 0 എന്നുള്ള കേസ് നമുക്ക് വേണ്ട.
എം സ്ട്രിക്ട്ലി ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 വരാം. 1+x ഡിവൈഡ് ചെയ്യില്ല, 1+x² ഡിവൈഡ് ചെയ്യില്ല. ആര് f(x) 1+x+x². അതുകൊണ്ട് ഇതെന്താ ഒരു പ്രിമിറ്റീവ് ഇറെഡ്യൂസിബിൾ പോളിനോമിയല. ഇത് നമുക്ക് ഗുണമുണ്ട്, പ്രിമിറ്റീവ് ഇറെഡ്യൂസിബിൾ പോളിനോമിയലിനെ കുറിച്ച് നമുക്ക് ഗുണമുണ്ട്. അതവർ പറഞ്ഞിട്ടുണ്ട് പ്രൂവ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത അവർ കുറച്ച് പ്രിമിറ്റീവ് ആണോ പ്രിമിറ്റീവ് അല്ലേന്ന് ചെക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം അതിവിടെ വന്നില്ലേ നോക്കിയേ. അതായത് 0 1 0 1 ഇൻറ്റു 0 1 0 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? പോളിനോമിയലാക്കുക അതിനെ. എന്താ വരിക? എക്സ് പ്ലസ് എക്സ് ക്യൂബ് അല്ലേ? എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? x² പ്ലസ് x⁻6 ആണ്. ഹോൾ സ്ക്വയർ നമ്മൾ ഓരോന്നിനും സ്ക്വയർ എടുത്താൽ മതിയല്ലോ. x² പ്ലസ് x⁻6. അപ്പൊ നമ്മൾ എന്തെടുക്കണം? മോഡുലോ 1 പ്ലസ് x⁴ എടുക്കണം അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ 1 പ്ലസ് x⁴ വെച്ച് ഡിവൈഡ് ചെയ്യാം. x² പ്ലസ് x⁻6നെ 1 പ്ലസ് x⁴ വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? x² സോറി x⁻6 പ്ലസ് x² അല്ലേ? അപ്പൊ എന്തൊന്നു 0 ആവുന്നില്ലേ? അതായത് റിമൈൻഡർ എന്താ വന്നത്? 0. അതായത് ഇതെന്താ വരിക? 0 ആണ് മോഡ് 1 പ്ലസ് x⁴ അപ്പൊ നമുക്ക് എന്തായി? രണ്ട് നോൺ സീറോ പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 പോളിനോമിയൽ കിട്ടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. അപ്പൊ നമുക്ക് അതിന് പകരം ഈ മോഡ് 1 പ്ലസ് x⁴ പകരം അവിടെ വേറെ ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ, ഇവിടെ 4x⁴ 1 പ്ലസ് x⁴ ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ല. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണ ഭാഗം. അത് തന്നെയാണ് നമ്മ യൂസ് ചെയ്യുക. അടുത്തത് 122ാമത്തെ പേജിൽ എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ പ്രോഡക്ട്സ് ഓഫ് എലമെന്റ്സ് ഇൻ K² യൂസിങ് 1 പ്ലസ് x² ടു ഡിഫൈൻ മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് നമ്മ ഫസ്റ്റത്തെ ഒരു ഭാഗം. അതെന്താ? 2⁻³ ഓർഡർ ഉള്ള ഒരു ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് 2⁻³ ഓർഡർ ഉള്ള ഫീൽഡ് എന്തല്ല? ഫീൽഡ് അല്ല. പക്ഷെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങോട്ട് കൊണ്ടുവന്നു? 2⁻³ അല്ലേ? അടുത്ത പ്രിമിറ്റീവ് പോളിനോമിയൽ 3 ഡിഗ്രി ഉള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. അതായത് h(x) = 1 പ്ലസ് x+x³ ഇതാണ് നിങ്ങളുടെ പ്രിമിറ്റീവ് പോളിനോമിയൽ. നിങ്ങൾക്ക് തന്നു. എന്നിട്ടാണ് നിങ്ങളോട് പറയണത് ഇവിടെ എന്ത് ആ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയണത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം വേർഡ്സ് എഴുതാം. 8 ഓർഡർ 3 ഓർഡറുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? 8 വേർഡ്സ് ഉണ്ടാവും. ഏതൊക്കെയാ? 1 0 0. അത് നിങ്ങൾ അങ്ങനെ എഴുതുന്നേക്കാൾ മുന്നേ ഇങ്ങനെ ആദ്യം ഇങ്ങനെ എഴുതിക്കോ. ആദ്യം x⁻0 എഴുതാം. അതെന്ന് പറയുന്നത് എന്താ? 1 ആണ്. പോളിനോമിയലാണ് ആദ്യം എഴുതാണ് കേട്ടോ. അടുത്ത് x⁻1 എഴുതാം. അതെന്താ? x തന്നെ. അടുത്ത് x² എടുക്കുക. അതെന്താ വരിക? x² തന്നെ. അടുത്ത് x³ എടുക്കുക. x³ എന്താവും? ഇവിടേക്ക് നമുക്ക് മോഡുലോ h(x) എടുക്കണം. x³ എന്താവും? 1 പ്ലസ് x ആവും. അപ്പൊ x⁻0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് എന്താ? 1 0 0 അല്ലേ? അടുത്ത് ഇതിനാ 0 1 0. അടുത്ത് 0 0 1. x³ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാ? 1 പ്ലസ് x ആണ്. അപ്പൊ അതെന്താ വരിക? 1 1 0 ആണ് വരിക അല്ലെ? ഇനി അടുത്തത് നിങ്ങൾ എന്തെടുക്കണം? x⁻4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ്. അതായത് x⁻4നെ h(x) വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടണ റിമൈൻഡർ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്താ വരാന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. x+x² ആണ് വരിക. ഇവിടെ മോഡുലോ h(x) ഉണ്ട്. x+x² എന്ന് പറഞ്ഞാൽ എന്താ? 0 1 1 അല്ലെ? അങ്ങനെ നമ്മ x⁵5 കൊടുത്തു. x⁵5 എന്ന് പറഞ്ഞാൽ എന്താവും? x² പ്ലസ് x+1 ആവും. അതെന്ന് പറഞ്ഞാൽ എന്താ? 1 1 1. ഇനി x⁻6 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതോ? 1 പ്ലസ് x². അതിനെങ്ങനെ ചെയ്താ? 1 0 1.
അപ്പൊ ഇങ്ങനെ വേണം എഴുതാൻ. വേർഡ്സ് ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഓർഡർ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഭാഗം പോളിനോമിയൽസ് ആദ്യം എഴുതാം. എന്താ എക്സ് റേസ് ടു ഐകളാണ് റൈറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പൊ എക്സ് റേസ് 0, എക്സ് റേസ് 1, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് 4, എക്സ് റേസ് 5, എക്സ് റേസ് 6. ഒരെണ്ണം കൂടി ഇല്ല, എക്സ് റേസ് 6 വരെ ഉള്ളൂ. കാരണം സീറോ വേർഡ് ഇതിൽ കിട്ടില്ല. സീറോ വേർഡ് മാത്രം ഇതിൽ കിട്ടില്ല. സീറോ വേർഡ് വെച്ചുള്ള ബാക്കി എല്ലാ 3 ലെങ്ത്തുള്ള വേർഡും കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും എന്ന് പറയുന്നത്, ഇതിന്റെ ഒപ്പം സീറോ വേർഡ് കൂടി ചേർക്കുന്നതായിരിക്കും എന്ത്, നമ്മുടെ 8th ഓർഡറുള്ള, അതായത് 2, 3 ഓർഡറുള്ള ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഫീൽഡ് ആക്കണത് കേട്ടോ. ഇനി നമ്മൾ എന്തും കൂടി പറയും, ഈ വേർഡില്ലേ, അതായത് എക്സ് റേസ് 0നെ അതിനെ ബീറ്റ റേസ് 0 എന്ന് വിളിക്കും, എക്സിനെ ബീറ്റ എന്ന് വിളിക്കും, എക്സ് സ്ക്വയറിനെ ബീറ്റ സ്ക്വയർ എന്ന് വിളിക്കും, എക്സ് ക്യൂബിന് കറസ്പോണ്ട് ആയിട്ടുള്ള വേർഡ്, അതായത് എക്സ് ക്യൂബിന് കറസ്പോണ്ട് ആയിട്ട് 1 + x ആണ്, അതിനെ ബീറ്റ ക്യൂബ് എന്ന് വിളിക്കും. ഇനി എക്സ് റേസ് 4ന് കറസ്പോണ്ട് ആയിട്ടുള്ളത് x + x സ്ക്വയർ ആണ്, അതിനെ ബീറ്റ റേസ് 4 എന്ന് വിളിക്കും. അതായത് ഓരോ പോളിനോമിയലിലും നമ്മൾ എന്ത് വിളിച്ചു, ബീറ്റ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിന്റെ പവറിലായിട്ട് വിളിച്ചു. അപ്പൊ ഇനി ആ ഫീൽഡിലെ എലമെന്റ്സ് ഏതൊക്കെയാ, ബീറ്റ റേസ് 0, ബീറ്റ റേസ് 1, ബീറ്റ സ്ക്വയർ, ബീറ്റ ക്യൂബ്, എക്സെട്ര ബീറ്റ റേസ് 6. അതായത് ബീറ്റ റേസ് 2 റേസ് n - 2. ലാസ്റ്റ് ഏതാ വരാ, അങ്ങനെ വരാ, ബീറ്റ റേസ് 0, ബീറ്റ റേസ് 1, എക്സെട്ര ബീറ്റ റേസ് 2 റേസ് n - 2 വരും. കാരണം സീറോ വേർഡ് ഒഴിച്ചു, അല്ല പിന്നെ സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതുകൊണ്ട് 2 എണ്ണം കുറയ്ക്കണം. അതുകൊണ്ടാണ് 2 റേസ് n - 2 വന്നത്. ഇതാണ് ഇത് നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുഴപ്പമില്ലല്ലോ. അത് ഫീൽഡ് ആയിരിക്കുന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും 127 പേജിൽ ആ ടേബിളിന്റെ അടിയിൽ കൊടുത്തത്. ഇത് നമ്മൾ 3 ലെങ്ത്തുള്ള ചെയ്തല്ലേ, ഇതുപോലെ 2 ലെങ്ത്തുള്ള നിങ്ങൾ ചെയ്തു നോക്കുക. 2 ലെങ്ത്തുള്ള കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കാരണം 4 വേർഡ്സ് ഉള്ളൂ. അവിടുത്തെ പ്രിമിറ്റീവ് ആയിട്ട് 1 + x + x സ്ക്വയർ എടുക്കുക. ഇനി അടുത്തത് 4 ലെങ്ത്തുള്ള വേർഡ്സ് എടുക്കുക. അപ്പൊ 4 ഡിഗ്രി ഉള്ള ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ വേണം. അത് h (x = 1 + x + x⁴ ആയിട്ടാണ് ചെയ്തത്. അത് ഇതുപോലെ തന്നെ നമ്മ പോളിനോമിയൽ ആദ്യം എഴുതി കഴിഞ്ഞാലാണ് എഴുതാൻ എളുപ്പം. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ വേർഡ് ഏതായിട്ട് എഴുതി, സീറോ വേർഡ് ആയിട്ട് എഴുതി. സീറോ വേർഡിന് നമുക്ക് ബീറ്റയുടെ പവറിൽ എഴുതാൻ പറ്റില്ല, അത് വിട്ടേക്ക് നിങ്ങൾ. ഫസ്റ്റത്തെ വേർഡ് സീറോ വേർഡ്, അതിന്റെ ബീറ്റയുടെ പവറിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അത് അവിടെ വിട്ടു. അടുത്ത എന്താ, എക്സ് എടുത്തു, എക്സിന് കറസ്പോണ്ട് എക്സ് റേസ് 0 എടുത്തു, അതെന്താ 1 ആണ്, അതിന് കറസ്പോണ്ടുള്ള വേർഡ് 1 0 0 0, ബീറ്റ റേസ് 0. എക്സ് റേസ് എന്താണോ പറഞ്ഞത് അതാണ് ബീറ്റ റേസ് എടുക്കേണ്ടത്. അടുത്ത എന്താ, എക്സ് എടുത്തു, എക്സിന് കറസ്പോണ്ട് ബീറ്റ എടുത്തു, ലെഫ്റ്റ് സൈഡിൽ കുഴപ്പമില്ല, എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് വരെ നമുക്ക് പ്രശ്നമില്ല. അടുത്ത എക്സ് റേസ് 4 വന്നപ്പോ എന്തായത്, എക്സ് റേസ് 4ന് h(x) സെയിം ഡിഗ്രി ആയില്ലേ, അപ്പൊ അതിന് മോഡൽ എടുക്കുമ്പോൾ എന്ത് വരും, 1 + x വരും. എക്സ് റേസ് 4 തുടങ്ങിയ എന്തായി, മോഡലെടുത്ത് നമുക്ക് എന്തായാലും അത് എല്ലാ വേർഡ്സും കിട്ടും. അത് നിങ്ങൾ നോക്കേണ്ടത്, അതിൽ എല്ലാ വേർഡ്സും നമുക്ക് കിട്ടും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വേർഡ് ആദ്യം എഴുതി കഴിഞ്ഞത് കിട്ടില്ല, എപ്പോഴും ഏതാ നടുവിലത്തെ കോളം ആണ് ആദ്യം എഴുതി പോകേണ്ടത്. നടുവിലത്തെ കോളം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി അടുത്താണ് പ്രിമിറ്റീവ് എലമെന്റ്. അപ്പൊ നമുക്കൊരു ഫീൽഡ് കിട്ടിയിട്ടില്ലേ, നമ്മുടെ ഫീൽഡ് ഏതാ, 0, ബീറ്റ റേസ് 0, ബീറ്റ റേസ് 1, എക്സെട്ര ബീറ്റ റേസ് 2 റേസ് n - 2. ഇതാണ് നമ്മുടെ ഫീൽഡ് കേട്ടോ. ഈ ഫീൽഡില് പ്രിമിറ്റീവ് എലമെന്റ്, അതായത് ഇതിലൊരു ആൽഫ ബിലോങ്സ് ടു GF(2)R. ഈ നിങ്ങൾ ഇത് കണ്ടിട്ട് നോക്കണ്ട, GF(2)R തന്നെ ഗാൽവ ഫീൽഡ്, ഫൈനൈറ്റ് ഫീൽഡുകളൊക്കെ നമ്മൾ ഗാൽവ ഫീൽഡ് എന്ന് വിളിക്കും. ഇപ്പൊ 2 ഇവിടെ നമ്മൾ എല്ലാ ഫൈനൈറ്റ് ഫീൽഡുകളാണല്ലോ, അതുകൊണ്ട് GF(2)R, 2R ഓർഡർ ഫീൽഡ്, 2R ഓർഡറുള്ള ഫീൽഡ്, അതാണ് അതിന്റെ അർത്ഥമുള്ളൂ. ഈ ആൽഫ ബിലോങ്സ് ടു ഈ ഫീൽഡിനെ, ഇപ്പൊ ഇവിടുത്തെ കേസാണെങ്കിൽ 2n ആണ് അല്ലെ, ഇവിടുത്തെ 6 അല്ല, 6 ജനറലി ഒരു നമ്പർ ആയിട്ടുണ്ട്, 2R. ഈ ആൽഫനെ പ്രിമിറ്റീവ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്താ, ആൽഫ റേസ് m നോട്ട് ഈക്വൽ ടു 1 ആവണം ഫോർ 1 less than or equal to m less than 2R - 1. 1 less than or equal to, അതായത് എന്താ ഇവിടുത്തെ കണ്ടീഷൻ,
ഇത് നിങ്ങ മുന്നേ ഓൾജിബ്രയിൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് പറയേണ്ട സെയിം കൺസെപ്റ്റാ. അതായത് ആൽഫയുടെ എത്രാമത്തെ പവറാ വണ്ണാവാൻ പാടുള്ളൂ, ഗ്രൂപ്പിന്റെ ഓർഡറിന്റെ പവറാ വണ്ണാൻ പാടുള്ളൂ. ഈ ഗ്രൂപ്പിന്റെ ഓർഡർ എത്രയാ? 2 ഓക്കെ. ഇതിൽ നിങ്ങൾ ഇത്രയും ഭാഗം എടുക്കണ്ട കേട്ടോ. 0 എന്ന് പറയുന്ന വേർഡ് എടുക്കണ്ട, ഇത് ഈ വേർഡ് എടുത്താൽ മതി. ഇതിന്റെ ഓർഡർ എത്രയാ? 2 n മൈനസ്, അല്ലെങ്കിൽ എന്നാണെങ്കിൽ n, ആറാണെങ്കിൽ 6, 2 r-1 അല്ലേ. അതായത് ഗ്രൂപ്പിന്റെ ഓർഡർ വന്നാൽ മാത്രമേ അതിന് എന്ത് വരാൻ പറ്റുള്ളൂ? 1 വരാൻ പറ്റും. അതിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡർ ആയിരിക്കണം. അതായത് അത് അതിന്റെ ജനറേറ്റർ ആയിരിക്കണം. വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ് അതിന്റെ ഒരു ജനറേറ്റർ ആയിരിക്കണം. ഞാൻ വേറെ ഇതിലൊരു എക്സാമ്പിൾ എടുക്കണം. ഇനി ആ തൊട്ട് മുകളിലത്തെ ടേബിള് ഏതാ? നമ്മുടെ 123 പേജിലുള്ള ടേബിൾ. ആ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ മൊത്തം പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ആ ടേബിളില് ബീറ്റയുടെ പവറിൽ ബാക്കി എല്ലാ മെമ്പേഴ്സിനെ എഴുതാൻ പറ്റില്ലേ? ഏത് വേർഡിനും ബീറ്റയുടെ പവറിലല്ലേ എഴുതിയിട്ടാണ്. അപ്പൊ ബീറ്റ അതിന്റെ എന്താണ്? ഒരു ജനറേറ്റർ ആണ്. ബീറ്റ റൈസ് ടു 15 എന്താ വരിക? ബീറ്റ റൈസ് ടു 14 വരെ നമുക്ക് അതിൽ എഴുതാം. ബീറ്റ റൈസ് ടു 15 ആയി കഴിഞ്ഞാൽ അത് എന്തായി പോവും? 1 ആയി പോവും. ബീറ്റ റൈസ് ടു 15 എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ബീറ്റ മാത്രമാണോ ജനറേറ്റർ? നിങ്ങൾ അതും കൂടി ആലോചിക്കണം. ബീറ്റ സ്ക്വയർ ഇതിന്റെ ജനറേറ്റർ ആവോ? നിങ്ങൾ ബീറ്റ സ്ക്വയർ എടുത്തോ. ആദ്യം ബീറ്റ സ്ക്വയറിൽ തുടങ്ങി. അതിന്റെ അടുത്ത പവർ എന്താ വരാ? ബീറ്റ റൈസ് ടു 4. അതിന്റെ അടുത്ത പവർ എന്താ വരാ? ബീറ്റ റൈസ് ടു സ്ക്വയറിന്റെ ബീറ്റ റൈസ് ടു 6. അടുത്ത് ബീറ്റ റൈസ് ടു 8, ബീറ്റ റൈസ് ടു 10, ബീറ്റ റൈസ് ടു 12, ബീറ്റ റൈസ് ടു 14. അടുത്ത് ബീറ്റ റൈസ് ടു ഇനി +2 ആഡ് ചെയ്യണം. അപ്പൊ ബീറ്റ റൈസ് ടു എന്താ വരിക? 16 ആണ് വരിക. പക്ഷെ ബീറ്റ റൈസ് ടു 15 1 ആണ്. ബീറ്റ റൈസ് 16 നമുക്ക് ബീറ്റ റൈസ് 15 into ബീറ്റ എന്ന് എഴുതാലോ. അപ്പൊ അത് എന്താ വരിക? ബീറ്റ ആണ് വരിക. ബീറ്റ റൈസ് 15 1 ആയിട്ടുണ്ട്. അടുത്ത് എന്തൊരു ബീറ്റ ക്യൂബ് വരും. അടുത്ത് എന്തൊരു ബീറ്റ റൈസ് 5 വരും. അടുത്ത് ബീറ്റ റൈസ് 7 വരും. ബീറ്റ റൈസ് 9 വരും. ബീറ്റ റൈസ് 11 വരും. ബീറ്റ റൈസ് 13 വരും. അടുത്ത എന്താ? ബീറ്റ റൈസ് 15. അതെന്താ? 1 ആണ്. അതായത് നമുക്ക് തൊട്ട് മുകളിൽ കിടക്കുന്ന എല്ലാ ആൾക്കാരും കിട്ടില്ലേ? 1നെ നമുക്ക് ബീറ്റ റൈസ് 0 എന്ന് എഴുതാട്ടോ. അതായത് ബീറ്റയുടെ എല്ലാ പവറുകളും വന്നില്ലേ? അപ്പോൾ ബീറ്റ സ്ക്വയറിന്റെ ഓർഡറും അതായത് എപ്പോഴാ 1 വന്നത്? ബീറ്റ റൈസ് 15. അതായത് ബീറ്റ സ്ക്വയറിന്റെ റേസ് ടു എത്ര എടുത്തപ്പോഴാ 1 വന്നത്? ബീറ്റ സ്ക്വയർ ഓൾ റേസ് 15 എടുത്തപ്പോ. അതുകൊണ്ട് ബീറ്റ സ്ക്വയറും ഇവിടുത്തെ എന്ത് എലമെന്റാ? പ്രിമിറ്റീവ് എലമെന്റാ. അതായത് ഒരു ഗ്രൂപ്പിന്റെ ജനറേറ്റർ എന്നുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നാണ്. ഇതുപോലെ നിങ്ങൾ നോക്കിക്കോ. ഞാനൊരു കാര്യം എളുപ്പവഴി പറഞ്ഞുതരാം ഏതൊക്കെയാണ് ജനറേറ്റർ വരാന്ന്. ബീറ്റ റൈസ് ടു i ഇതിന്റെ ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇപ്പൊ പറയുന്ന ടേബിളാണ്. എപ്പോഴാ ജനറേറ്റർ എന്ന് വെച്ചാൽ ഐയുടെയും 15ന്റെയും GC യുടെ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ നമുക്ക് 15 ജനറലി ഒരു 2 ഓർഡർ ഉള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ 2n-1. ജനറൽ കേസ് ആണെങ്കിൽ ഐയുടെയും 2n-1ന്റെയും എന്നോ ആറോ, നിങ്ങൾക്ക് 6 ആണെങ്കിൽ 6, അതിന്റെ GC എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ ടേബിൾ നോക്കിക്കോ. ഇതിൽ ഏതിനൊക്കെയാ ജനറേറ്റർ ആവാം? ബീറ്റ ആവും. കാരണം ബീറ്റ റൈസ് 1, 1ന്റെയും 15ന്റെയും GCD 1. അടുത്ത് 2 ബീറ്റ സ്ക്വയർ വരും. 2ന്റെയും 15ന്റെയും GCD 1. അടുത്ത് ബീറ്റ ക്യൂബ് വരുമോ? വരില്ല. കാരണം 3ന്റെയും 15ന്റെയും GCD 1 അല്ല. അടുത്ത് 4 വരും. ബീറ്റ റൈസ് 4 വരും. 4ന്റെയും 15ന്റെയും GCD 1. അടുത്ത് ബീറ്റ റൈസ് 5 വരില്ല. കാരണം GCD 1 അല്ല. ബീറ്റ റൈസ് 6 വരില്ല. ബീറ്റ റൈസ് 7 വരും. ബീറ്റ റൈസ് 8 വരും. ബീറ്റ റൈസ് 9 വരില്ല. ബീറ്റ റൈസ് 10 വരില്ല. ബീറ്റ റൈസ് 11 വരും. ബീറ്റ റൈസ് 12 വരില്ല. ബീറ്റ റൈസ് 13 വരും. ബീറ്റ റൈസ് 14 വരും. ഓക്കെ. അപ്പൊ അത്രയാണ് ഇതിന്റെ ജനറേറ്റേഴ്സ്. ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് എലമെന്റ്സ്. പ്രിമിറ്റീവ് പോളിനോമിയൽ അല്ല, പ്രിമിറ്റീവ് എലമെന്റ്സ്. ഓക്കെ. എത്ര പ്രിമിറ്റീവ് എലമെന്റ്സ് ഉണ്ട് എന്നുള്ള എന്റെ ഇക്വേഷൻ ഉണ്ടത് 5/15. അതായത് ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ 5/2n-1. -1 അടിയിൽ, എന്നിന്റെ മുകളിൽ 2 മുകളിലല്ല, -1 അടിയിലാണ്. ഇതാണ് എന്ത്? 5/15 ആണ് എന്ത്? അതിൽ എത്ര ജനറേറ്റേഴ്സ് ഉണ്ട്? 5/15 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ വരിക? 15 × 3 × 5 അല്ലേ? അപ്പൊ എന്താ? 1 - 1/3, 1 - 1/5. അതിന്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം. n = P1/n1, P2/n2, എക്സെട്ര Pk/nk. ഇതാണ് അതിന്റെ എന്ത്? പ്രൈം ഫാക്ടറൈസേഷൻ എങ്കിൽ 5/n എന്താ വരിക?
n into 1 minus 1 by p1, 1 minus 1 by p2, etc. 1 minus 1 by pk. ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ. ഇതാണ് ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ. നിങ്ങൾ ഓൾജിബ്രയിൽ കാണേണ്ടതാണ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ഒരു കൺസെപ്റ്റാണ് മിനിമൽ പോളിനോമിയൽ. മിനിമൽ പോളിനോമിയൽ മിനിമൽ പോളിനോമിയൽ ഓഫ് സം എലമെന്റ് പറയണം എപ്പോഴും. മിനിമൽ പോളിനോമിയൽ ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരിക. അപ്പൊ നമ്മ ഈ ആൽഫ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്നത് ഏതാ? ഈ ബീറ്റ റേസ് സം പവർ ആണ്. അതെപ്പോഴും മനസ്സിൽ കാണണം. അപ്പൊ നമ്മ ഒരു ആൽഫ, ഒരു എം ആൽഫ ഓഫ് എക്സ് അതെന്ന് പറഞ്ഞാൽ എന്ത്? ആൽഫ എന്ന് പറഞ്ഞ എലമെന്റിന്റെ മിനിമൽ പോളിനോമിയൽ. അതെന്താണ് വരിക? ആൽഫ റൂട്ടായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള പോളിനോമിയൽ. എം ആൽഫ ഓഫ് എക്സ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? ആൽഫ റൂട്ടായിട്ട് വരുന്ന കുറെ പോളിനോമിയൽസ് ഉണ്ടാവാം, അതിലെ മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിനിമം ഡിഗ്രി ഉള്ള ഒന്നിൽ കൂടുതൽ പോളിനോമിയൽ ഉണ്ടായിക്കൂടെ എന്ന് വിചാരിക്കും. പക്ഷെ അത് യൂണീക്കും ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ഓർഡർ ഓഫ് എൻ എലമെന്റ്. ഓർഡർ ഓഫ് എൻ എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ആൽഫ റൈസ് ടു എം 1 വരണം. അങ്ങനെ 1 വരുന്ന ഏറ്റവും ചെറിയ എം, ആൽഫ റൈസ് ടു എം 1 വരുന്ന ഏറ്റവും ചെറിയ എമ്മിനെയാണ് എന്ത് പറയാ? അതിന്റെ ഓർഡർ എന്ന് പറയാ. നമ്മൾ സാധാരണ ഇപ്പൊ Z സെഡ് 6 3യുടെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ 3 + 3 ആണ് 6 0 ആവുക. അതുകൊണ്ട് അതിന്റെ ഓർഡർ 2 ആണെന്നൊക്കെ പറയണ സെയിം കൺസെപ്റ്റ് തന്നെ. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? ഏറ്റവും ചെറിയ ഇന്റിജർ സെറ്റ് ആൽഫ റൈസ് ടു എം = 1. ഓക്കെ, അപ്പൊ എപ്പോഴും ആൽഫ റൈസ് ടു 2 റൈസ് ടു n - 1 എപ്പോഴും 1 ആണ്. അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയാ, അല്ലെങ്കിൽ ഇവിടെ പ്രിമിറ്റീവ് എലമെന്റ് എന്ന് പറയാം. ഓക്കെ, ആ ഡെഫിനിഷൻ ഓഫ് മിനിമം പോളിനോമിയൽ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് ലെറ്റ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഈ ബി ആൻ എലമെന്റ്. അതായത് 0 അല്ലാത്ത ഒരു എലമെന്റ്. 0 അല്ലാത്ത എന്താ എപ്പോഴും എടുക്കുന്നത്? കാരണം 0 അല്ലാത്തിന്റെ 0 റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ ഏറ്റവും മിനിമം ഡിഗ്രി അതേതാ? 0 റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ എക്സ് ആണ്. അത് ഒബ്വിയസ് കേസ് ആണ്, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നോൺ സീറോ എലമെന്റ് ആൽഫ എടുത്തു. ഈ ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ ആണ് എം ആൽഫ ഓഫ് എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എം ആൽഫ ഓഫ് എക്സ് എന്തായിരിക്കും? ഇറഡ്യൂസിബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഈ എഫ് ആൽഫ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, വേറെ ഏതെങ്കിലും ഒരു പോളിനോമിയലിൽ ആൽഫ റൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മിനിമൽ പോളിനോമിയൽ ആ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യും. അടുത്തതോ മിനിമൽ പോളിനോമിയൽ യൂണീക്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞു നടന്നു നേരത്തെ, ഏറ്റവും ചെറിയ ഡിഗ്രി ഉള്ള ഒരേ ഒരു പോളിനോമിയൽ ഉണ്ടാവുള്ളൂ. അടുത്തെന്താ? മിനിമൽ പോളിനോമിയൽ ഈസ് എ ഫാക്ടർ ഓഫ് 2 റൈസ് ടു 1 + x റൈസ് ടു 2 റൈസ് ടു r - 1. 1 + x റൈസ് ടു 2 റൈസ് ടു r - 1നെ മിനിമൽ പോളിനോമിയൽ ഡിവൈഡ് ചെയ്യും. ഇതിന്റെ പ്രൂഫ് ഒക്കെ ഭയങ്കര ഈസി ആണ് കേട്ടോ. അതായത് ഇപ്പൊ എം ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു. ഇറഡ്യൂസിബിൾ അല്ല എന്നുള്ള രീതിക്ക് എടുക്കുന്നതാണ്. പ്രൂഫിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എം ആൽഫ ഓഫ് എക്സിനെ ഇറഡ്യൂസിബിൾ അല്ല ജി ഓഫ് എക്സിന്റെ എച്ച് ഓഫ് എക്സ് എഴുതാൻ പറ്റിയെന്നിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് കിട്ടും? അതായത് എം ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എടുത്തു. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ജി ഓഫ് എക്സിന്റെ എച്ച് ഓഫ് എക്സിന്റെയും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെങ്കിലും ഡിഗ്രി എം ആൽഫ ഓഫ് എക്സിനേക്കാളും കുറവാവണ്ടേ? കുറവായിരിക്കും അല്ലെ? ഒരെണ്ണത്തിന്റെ അല്ല, രണ്ടിന്റെ ഡിഗ്രി എം ആൽഫ ഓഫ് എക്സിനേക്കാളും ചെറുതല്ലേ വരാ? അത് ജി ഓഫ് എക്സിന്റെ എച്ച് ഓഫ് എക്സിന്റെ ഡിഗ്രി എന്തായാലും എം ആൽഫ ഓഫ് എക്സിനേക്കാളും കുറവ് വരാം. കാരണം അതിന്റെ രണ്ടിന്റെയും ഡിഗ്രി കൂട്ടിയാലുള്ള എം ആൽഫ ഓഫ് എക്സ് വരാം. അപ്പൊ നമുക്കൊരു കാര്യം, ജി ഓഫ് എക്സ് ഹാസ് ഡിഗ്രി ലെസ് ദാൻ എം ആൽഫ ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഹാസ് ഡിഗ്രി ലെസ് ദാൻ എം ആൽഫ ഓഫ് എക്സ്. പക്ഷെ നമുക്കൊരു കാര്യം, എം ആൽഫ ഓഫ് ആൽഫ എന്താ? ആൽഫ റൂട്ടായിട്ട് വരുന്നതാണ്. അതെന്താ? ജി ഓഫ് ആൽഫ ഇൻറ്റു എച്ച് ഓഫ് ആൽഫ. ഇതെന്താ? 0 ആണ് അല്ലെ? എം ആൽഫ ഓഫ് ആൽഫ, ആൽഫ 0 ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഡിഗ്രി. അപ്പൊ ആൽഫ റൂട്ടാണ് എം ആൽഫയുടെ. അതായത് ജി ആൽഫ ഇൻറ്റു എച്ച് ഓഫ് ആൽഫ 0 കിട്ടും. അതായത് ഒന്നില്ലെങ്കിൽ ജി ഓഫ് ആൽഫ 0 ആവണം, അല്ലെങ്കിൽ എച്ച് ഓഫ് ആൽഫ 0 ആവണം. എന്താ കാരണം? ഇത് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്, ഫീൽഡ് ആണ്. അതുകൊണ്ട് അപ്പൊ ജി ആൽഫ 0 ആയി, എച്ച് ആൽഫ ഇതിൽ ഏതെങ്കിലും ഒരാൾ 0 ആയി തന്നെ അത് നമുക്ക് കോൺട്രഡിക്ഷൻ ആയില്ലേ? കാരണം എം ആൽഫയാണ് ഏറ്റവും ചെറിയ ഡിഗ്രി, അതിനേക്കാളും ചെറിയ ഡിഗ്രിയാണ് ജി ഓഫ് എക്സിന് എച്ച് ഓഫ് എക്സിന്. പക്ഷെ അതിൽ ആൽഫ റൂട്ട് ആയിട്ട് വന്നു, അതുകൊണ്ട് കോൺട്രഡിക്ഷൻ ആയി. അതുകൊണ്ട് ജി ഓഫ് എക്സിന്റെ എച്ച് ഓഫ് എക്സിന് എഴുതാൻ പറ്റില്ല.
അപ്പൊ ഇറെഡ്യൂസിബിൾ ആണെന്ന് കിട്ടി. ഇനി അടുത്ത ആലോചിക്കുക, എഫ് ഓഫ് എക്സ് എന്താ, എഫ് ഓഫ് എക്സിന്റെ റൂട്ടാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ എം ആൽഫ എഫ് ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ എഴുതാം, എം ആൽഫയുടെ മിനിമം ഡിഗ്രി ആയതുകൊണ്ട് എം ആൽഫ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാം. നമ്മുടെ എയിം എന്താ, ആർ ഓഫ് എക്സ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒന്നിൽ ആർ ഓഫ് എക്സ് 0 അല്ലെങ്കിൽ ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി സ്ട്രിക്ട്ലി ലെസ് ദാൻ എം ആൽഫ ഓഫ് എക്സ് ആണ് അല്ലെ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എഫ് ഓഫ് ആൽഫ എന്താ 0 അല്ലേ. എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, എം ആൽഫ ഓഫ് ആൽഫ ജി ഓഫ് ആൽഫ പ്ലസ് ആർ ഓഫ് ആൽഫ. അപ്പൊ 0 ഈക്വൽ ടു എം ആൽഫ ഓഫ് ആൽഫ എന്താ 0 ആണ് പ്ലസ് ആർ ഓഫ് ആൽഫ. അതിന്റെ അടുത്ത് എന്താ, ആൽഫ ആറിന്റെ ഒരു ആർ ഓഫ് എക്സിന്റെ ഒരു റൂട്ടാണ്. പക്ഷെ അത് പോസിബിൾ ആണോ, അത് എപ്പോഴാ, ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി സ്ട്രിക്ട്ലി ലെസ് എം ആൽഫ ഓഫ് എക്സ് ആണ്, ആൽഫ റൂട്ടാണ്, അത് പോസിബിൾ അല്ല. എം ആൽഫയാണ് ആൽഫ റൂട്ട് ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും മിനിമം ഡിഗ്രി വരേണ്ടത്. അപ്പൊ ആർ ഓഫ് എക്സിന് എന്തായേ പറ്റൂ, ആർ ഓഫ് എക്സ് 0 ആയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റി, എം ആൽഫ ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സ് എഴുതി. അതായത് എം ആൽഫ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്തു. ഇനി അടുത്ത എന്താ, മിനിമൽ പോളിനോമിയൽ ഈസ് യൂണിക്ക്. അതെന്താ നമ്മൾ വിചാരിക്കുക, ഒരു എം ഡാഷ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാനുള്ള ഒരു എം ഡാഷ് ഓഫ് എക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എം ഡാഷ് ഓഫ് ആൽഫ 0 അല്ലേ, അതുകൊണ്ട് അപ്പൊ നമുക്ക് രണ്ട് മിനിമൽ പോളിനോമിയൽ ഉണ്ട്, എം ഡാഷും എം ഡാഷ് ഓഫ് എക്സും എം ആൽഫ ഓഫ് എക്സും. അതിൽ എം ഡാഷ് മിനിമൽ ആയത് കൊണ്ട് എം ആൽഫ ഞാൻ കാണിച്ചു തരാം, എം ഡാഷ് ഓഫ് എക്സും എം ആൽഫ ഓഫ് എക്സ് തന്നിരിക്കുക. അപ്പൊ ഇത് മിനിമലാന്ന് എടുക്കാം, രണ്ടും മിനിമലാണ്. ആദ്യം എം ഡാഷ് മിനിമൽ ആയതുകൊണ്ട് എം ആൽഫ ഓഫ് എക്സിന്റെ റൂട്ടാണ് ആൽഫ, ഇതിന്റെ റൂട്ടാണ് ആൽഫ. അപ്പൊ മിനിമൽ പോളിനോമിയലിന്റെ തൊട്ട് മുന്നത്തെ വെച്ചിട്ട് എം ഡാഷ് ഓഫ് എക്സിനെ ആര് ഡിവൈഡ് ചെയ്യും, എം ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ്സ് എം ആൽഫ ഓഫ് എക്സ് കിട്ടും. അതുപോലെ തിരിച്ചും കിട്ടും, എം ആൽഫ ഓഫ് എക്സ് ഡിവൈഡ്സ് എം ഡാഷ് ഓഫ് എക്സ്. അങ്ങനെ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കിട്ടും, കാരണം ഒരെണ്ണം മിനിമൽ ആയിട്ട് എടുക്കുക, മറ്റേതിന്റെ റൂട്ടാണ് ആൽഫ എന്ന് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും, മിനിമൽ പോളിനോമിയൽ ഡിവൈഡ്സ് ആ റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുന്ന കിട്ടും. അതിന്റെ അർത്ഥം എന്താ, രണ്ട് ഈക്വൽ ആയി പറ്റൂ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് ഈക്വൽ ആവണല്ലോ, അതാ രണ്ട്. ഇനി അടുത്ത എന്താ, ഇത് 1 പ്ലസ് എക്സ് റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1 ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിനെന്ത് കാണിച്ചാൽ മതി, ആൽഫ എന്ന് പറയുന്നത് അത് എം ആൽഫ ഓഫ് എക്സിന്റെ റൂട്ടാണ് ആര്, ആൽഫ. ഇനി നമുക്ക് എന്ത് കാണിക്കാം, 1 പ്ലസ് ആൽഫ റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1 എന്താന്ന് കിട്ടും, അത് 0 ആണ്. കാരണം ആൽഫ റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1 അതെപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഞാൻ പറഞ്ഞു എപ്പോഴും ആൽഫ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബീറ്റ റേസ് സംതിങ് ആണ് ഞാൻ പറഞ്ഞു. ആ ബീറ്റ റേസ് സംതിങ്ങിന്റെ എപ്പോഴും ഓർഡർ 2 റേസ് ടു ആർ മൈനസ് 1 എടുത്താൽ എന്തായാലും അത് എന്താ വരുള്ളൂ, 1 വരുള്ളൂ. അപ്പൊ ഇത് 1 ആണ്, ഈ ബോക്സിൽ തന്നെ ടേം 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 എന്ത് വരും, 0 വരും. അതായത് 1 പ്ലസ് എക്സ് റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1, ഈ പോളിനോമിയലിൽ എക്സിന് ഒരു ആൽഫ ഇട്ട് കൊടുത്തപ്പോ അത് എന്ത് കിട്ടി, 0 കിട്ടി. അതിനർത്ഥം എന്താ, 1 പ്ലസ് എക്സ് റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1 റൂട്ടാണ് ആര്, ആൽഫ. അങ്ങനെയാണെങ്കിൽ ഈ തീരത്തിൽ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്താ, എം ആൽഫ ഓഫ് എക്സ് ഡിവൈഡ്സ് 1 പ്ലസ് എക്സ് റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1. അപ്പൊ അത് ഇതെല്ലാം ഈസിയാണ്, ഈസി ആയിട്ടുള്ള തിയറംസ് ആണ് ഇതിൽ. എല്ലാ തിയറും ഈസിയാണ് ഞാൻ പറഞ്ഞില്ല, ഇത് ഈസിയാണ്. അടുത്ത തിയറം നിങ്ങൾ ഒന്ന് നോക്കി, അടുത്ത എഫ് ഓഫ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഹോൾ സ്ക്വയർ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. എടുത്തിട്ട് ആൽഫ ബി എ എലമെന്റ് ഇൻ ജി എഫ് ഓഫ് 2 റേസ് ടു ആർ വിത്ത് മിനിമൽ പോളിനോമിയൽ ആൽഫ ഓഫ് എക്സ്, then alpha square alpha raised to 4 etc alpha raised to 2 raised to r minus 1 is the set of roots of m alpha x. അതായത് എം ആൽഫ ഓഫ് എക്സ് എടുത്തു തന്നു, എന്തായാലും ഇതിൽ ഒരു റൂട്ട് ആരാ, ആൽഫയാണ്. ഇതിന്റെ അടുത്ത റൂട്ട്സ് ആരായിരിക്കും എന്ന് പറയുന്നത്, ആൽഫ കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ വരും, ആൽഫ റേസ് ടു 4 വരും, എക്സിട്ര ആൽഫ റേസ് ടു 2 റേസ് ടു ആർ മൈനസ് 1. മൈനസ് 1 മുകളിൽ വരാനേ ചാൻസ് കിട്ടും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കിട്ടും. അതിന് നിങ്ങൾക്ക് പ്രൂഫ് ഇല്ല, അതിന് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് ചെയ്യാത്, ഒരു പ്രോബ്ലം ആയിട്ട് ചെയ്യാം.
അടുത്ത പ്രോബ്ലം ചെയ്യാം. അത് ഒരു കാരണം അത് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിടക്കേണ്ടത്. അപ്പൊ 2 അടിയിൽ -1 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. ഞാൻ തന്നെയാണ് പിന്നെ അങ്ങനെ എടുക്കേണ്ടത്. മുകളിൽ -1 വരണത്. ഒരു പ്രോബ്ലം ചെയ്യാം. അതായത് ജസ്റ്റ് ഒന്നുമില്ല, ആൽഫ ഈക്വൽ ടു സം ബീറ്റ പവർ ആയിരിക്കണം. ബീറ്റ ക്യൂബ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ അപ്പൊ എം ആൽഫ ഓഫ് എക്സ് അല്ലേ? അതിന് നമുക്ക് എം ബീറ്റ ക്യൂബ് ഓഫ് എക്സ് എന്ന് എഴുതാലോ. അതിന് പകരം നമ്മൾ ചിലപ്പോൾ M3 ഓഫ് എക്സ് എന്ന് എഴുതും കേട്ടോ. M3 ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ആലോചിക്കണം അതെന്താ, ബീറ്റ ക്യൂബിന്റെ മിനിമൽ പോളിനോമിയൽ ആണ്. അപ്പൊ നിങ്ങൾ ബീറ്റ ക്യൂബിന്റെ മിനിമൽ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അതെങ്ങനെ എടുക്കണം ആദ്യം. 3 ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് a4x⁴. ഇങ്ങനെ എടുക്കുക. ജനറൽ പോളിനോമിയൽ ആയിട്ട് എടുക്കുക. M3 ഓഫ് ആൽഫ എന്ത് വരും? 0 വരും. അതായത് M3 ഓഫ് ബീറ്റ ക്യൂബ് എന്ത് വരും? 0 വരും. അപ്പൊ നിങ്ങൾ എന്തെടുക്കുക? ആ a0 പ്ലസ് a1 ബീറ്റ ക്യൂബ് പ്ലസ് a2 β⁻6 പ്ലസ് a3 β⁻9 പ്ലസ് a4 β⁻3 × 4 എന്ന് പറഞ്ഞാൽ 12 β⁻12 അത് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. ഇതിനെ നിങ്ങൾ എന്താക്കുക, നമ്മൾ തൊട്ട് മുന്നത്തെ ടേബിൾ എടുക്കുക. ഏത് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ടേബിളാന്ന് പറയുന്നത് 123rd പേജിലെ ആ ടേബിളിൽ ബീറ്റ ക്യൂബ് β⁻6 β⁻9 β⁻12 ഇതിനൊക്കെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ്സ് ഇല്ലേ, ആ വേർഡ്സ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു ലാസ്റ്റ് കിടക്കുന്ന 0 എന്താ? 0 0 0 0 എന്ന് പറയുന്ന വേർഡ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് a0നും a1നും a0 a1 a2 a3 a4 ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇത് ചെയ്ത് അയച്ചു തരാം. ഓക്കെ. ഇനി അടുത്ത 126 പേജ് നോക്കുക നിങ്ങൾ. അതിൽ എക്സാമ്പിൾ ഫൈൻഡ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് gf of 2⁴ കൺസിഡർ യൂസിങ് h of x = 1 + x⁴. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മളിപ്പോ ബീറ്റ ക്യൂബിന്റെ അല്ലേ, തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ബീറ്റ ക്യൂബിന്റെ അല്ലേ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹോൾ സ്ക്വയറിന്റെ ഇത് തന്നെയായിരിക്കും. ഇതിന്റെ ഹോൾ സ്ക്വയർ β⁻6. ഇതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക എന്താ വരാ? β⁻12. ഇതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക എന്താ വരാ? β⁻24. β⁻24 എന്ന് പറഞ്ഞാൽ എന്താ വരാ? β⁻24 എന്ന് പറഞ്ഞാൽ β⁻15 ഇൻറ്റു β⁻9 എന്ന് എഴുതാലോ. β⁻15 എന്താ? 1 1 ഇൻറ്റു β⁻9 എന്ത് വരും? β⁻9 വരും. കുഴപ്പമില്ലല്ലോ. ഇനി β⁻9ന്റെ ഹോൾ സ്ക്വയർ എന്താ വരിക? β⁻18. β⁻18 എന്ന് പറഞ്ഞാൽ എന്താ? β⁻18 എന്ന് പറഞ്ഞാൽ β⁻15 β⁻15 1 ആയതാണ് നമ്മൾ എപ്പോഴും β⁻15 വെച്ച് എഴുതണം. ഇൻറ്റു ബീറ്റ ക്യൂബ് എന്ന് എഴുതും. 1 ആയതിന്റെ എന്ത് വരും? ബീറ്റ ക്യൂബ് വരും. 1 ഇൻറ്റു ബീറ്റ ക്യൂബ്. അപ്പൊ നമ്മ β⁻18 എഴുതേണ്ട ആവശ്യമുണ്ടോ? കാരണം ബീറ്റ ക്യൂബ് ഓൾറെഡി എഴുതി. അതുകൊണ്ട് ഇതും കൂടി മാറ്റി കളയാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ. എവിടെയെങ്കിലും വെച്ച് റിപ്പീറ്റ് ചെയ്താൽ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് ഈ തൊട്ട് പുന്ന് പറഞ്ഞ മിനിമൽ പോളിനോമിയൽ, ഈ കണ്ടുപിടിച്ചാണ് മിനിമൽ പോളിനോമിയൽ. അത് ഞാനിവിടെ എഴുതാം. M3 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + x + x² + x³ + x⁴ ആണ്. ഇതാണ് മിനിമൽ പോളിനോമിയൽ. ഇത് ഏതിന്റെയൊക്കെ മിനിമൽ പോളിനോമിയൽ? ബീറ്റ ക്യൂബിന്റെ ആവും, β⁻6ന്റെ ആവും, β⁻12ന്റെ ആവും, β⁻9 ആവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2⁻, അത് നമ്മൾ അങ്ങനെ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് കിട്ടും. ഇനി അടുത്ത എന്താ? അപ്പൊ M3 M6 M12 M9 ഇതെല്ലാം സെയിമാ. ഇനി അടുത്ത് എന്തെടുക്കുക? M1 of x എടുക്കുക. M1 of x അതെന്താ പറയാ? ബീറ്റ റൂട്ടായിട്ട് വരണല്ലേ. ഇതിനൊരു ചെറിയൊരു എളുപ്പ വഴി കൂടി ഉണ്ട്. അത് ഞാനിപ്പോ നിങ്ങൾക്ക് ഓൾറെഡി ഇത് പറയാൻ പറ്റില്ലേ? അതായത് ഈ സെറ്റ് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള സെറ്റ്, അതായത് അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ബീറ്റ ക്യൂബ് റൂട്ടായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് എന്താ ബീറ്റ ക്യൂബിന് മിനിമൽ പോളിനോമിയൽ. അപ്പൊ ബീറ്റ ക്യൂബിന്റെ ഈ സെറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ലേ? ബീറ്റ ക്യൂബ് എടുക്കുക, അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക, അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക, അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക. അങ്ങനെ ഹോൾ സ്ക്വയർ എടുത്തിട്ട് എവിടെ വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണം അവിടെ നിർത്താം. അപ്പൊ ബീറ്റ ക്യൂബിന്റെ ഇത്ര ഈ സെറ്റ് ഇതാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഗ്രി നമുക്ക് ഓൾറെഡി അറിയാം. എത്ര? 4 ഡിഗ്രിയാ. 4 ഡിഗ്രിയാ. അതാണ് അത്രയാണ് റൂട്ട്സ് വരുള്ളൂ. അതുകൊണ്ട് 4 ഡിഗ്രിയാ. M1 of x അതെന്താ?
M1 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ റൂട്ട് ആയിട്ട് വരുന്ന M1 of x ബീറ്റ റൂട്ട് ആയിട്ട് വരുന്നതല്ലേ. അപ്പൊ M1 of x ന്റെ റൂട്ടുകൾ ഞാൻ ആദ്യം എഴുതണേ. M1 of x ന്റെ റൂട്ട്സ് ഏതൊക്കെ വരിക? ബീറ്റ വരും, ബീറ്റ സ്ക്വയർ വരും, ബീറ്റ റൈസ് 4 വരും, ബീറ്റ റൈസ് 8 വരും. പിന്നെ ബീറ്റ റൈസ് 16 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ബീറ്റ റൈസ് 15 ബീറ്റ തന്നെയല്ലേ വരിക. അപ്പൊ അതുകൊണ്ടും ഇതൊരു 4th ഡിഗ്രി. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ A0 പ്ലസ് A1x പ്ലസ് A2 സ്ക്വയർ പ്ലസ് A3 x ക്യൂബ് പ്ലസ് A4 x റൈസ് 4 എന്നിട്ട് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ബീറ്റയ്ക്ക് വരാൻ ആ വേർഡ്സ് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിനും ഒരു പോളിനോമിയൽ കിട്ടും. അത് ഞാൻ ഡയറക്റ്റ് എഴുതാണ്. അത് ഏതാന്ന് വെച്ചാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് റൈസ് 4 ആണ്. ഇവിടെ ഞാൻ വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ബീറ്റ, അതായത് ബീറ്റ വരുന്ന ആ സെറ്റിലെ മിനിമൽ പോളിനോമിയൽ എപ്പോഴും ഏതാ വരിക? നമ്മ ഈ ടേബിൾ ഉണ്ടാക്കുന്ന നേരത്ത്, അതായത് നമ്മളെ ഇമ്പോർട്ടൻ്റ് 123 പേജിലുള്ള ആ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുത്താണ് h(x) ഇല്ലേ, അതായത് ഏതൊരു മോഡ് എടുക്കണത് അത് തന്നെയാണ് വരിക. അത് തന്നെയാണ് വരുള്ളൂ. അപ്പൊ ഇനി അപ്പൊ M1 of x കണ്ടുപിടിച്ചത് M1 of x തന്നെയാണ് M2 of x, M4 of x, M8 of x വരിക. അപ്പൊ ഇനി ഏതും കൂടി കണ്ടുപിടിച്ചാൽ മതി. ഇനി M0 of x എന്താ വരിക? അത് ബീറ്റ റൈസ് 0 1 റൂട്ടായിട്ട് വരുന്നത് ഏതിനാ? സോറി, M0 of x എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. M0 of x എന്ന് ഉദ്ദേശിച്ചത് M0 of x അല്ല. അതായത് സീറോന്റെ മിനിമൽ പോളിനോമിയൽ, അതായത് 0 എന്ന് പറയുന്നത് വേർഡ് ബീറ്റ റൈസ് എന്ന് എഴുതാൻ പറ്റില്ലല്ലോ അതിന്. അതുകൊണ്ടാണ് 0 എന്ന് പറയുന്ന വേർഡിന്റെ മിനിമൽ പോളിനോമിയൽ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ചെറിയ ഡിഗ്രി വരുന്നത് 0 എക്സിനല്ലേ. അപ്പൊ ബീറ്റയുടെ കഴിഞ്ഞു, ബീറ്റ ക്യൂബിന്റെ കഴിഞ്ഞു. ഇനി ഞാൻ ഡയറക്റ്റ് ചെയ്തു ബീറ്റ റൈസ് 5 ബീറ്റ റൈസ് 10 M10 of x എന്താ വരിക? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അടുത്തത് ബീറ്റ റൈസ് 7 ബീറ്റ റൈസ് 11 ബീറ്റ റൈസ് 13 ബീറ്റ റൈസ് 14. അതിന്റെ വരുന്നത് 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് 4 ആണ് വരിക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആ ടേബിളിൽ ഉള്ളത്, നിങ്ങൾ ടേബിൾ കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ ആ ടേബിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ വലിയ ടേബിൾ 123 പേജിലുള്ള ടേബിൾ അതെല്ലാം കണ്ടുപിടിച്ചാലാണ് ഈ ടേബിൾ കിട്ടുള്ളൂ. അപ്പൊ ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എഴുതാം. അതായത് 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് 4 വെച്ചിട്ട്, അതായത് നമ്മൾ നേരത്തെ h(x) എടുത്തതിന് പകരം വേറെ h(x) ആ ടേബിൾ എഴുതണം. എന്നിട്ട് ആ ടേബിൾ വെച്ചിട്ട് ഇതുപോലെ മിനിമൽ പോളിനോമിയൽ കണ്ടുപിടിക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണത്, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ആ 123 പേജിലെ ആ ടേബിൾ നിങ്ങൾ എപ്പോഴും ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ, അതായത് BCH കോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഷോ ദാറ്റ്, അടുത്ത എക്സാമ്പിൾ, ഷോ ദാറ്റ് there is a cyclic Hamming code of length 2⁻⁻⁻⁻. അത് നിങ്ങൾ ഹാമിംഗ് കോഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ h എന്ന് പറയുന്നത് എന്താ? 6 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സിന്റെയും കളക്ഷൻ ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ഓൾറെഡി ആലോചിക്കുക h = 2⁻⁻⁻ തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ 6 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സ് എന്ന് പറഞ്ഞാൽ 1 ബീറ്റ, ബീറ്റ സ്ക്വയർ എക്സെട്ര ബീറ്റ റൈസ് ടു 2⁻⁻⁻1 ഇത് എടുത്തുന്നിരിക്കുക. ഇതിന്റെ എല്ലാത്തിന്റെയും ലെങ്ത് എത്ര വരിക? 6 ലെങ്ത് അല്ലേ? 6 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സ് ഇതിലായില്ലേ? നോൺ സീറോ വേർഡ്സ്, അവിടെയും നോൺ സീറോ വേർഡ്സ് ആയിരുന്നു, ഇവിടെയും 6 ലെങ്ത് ഉള്ള എല്ലാ നോൺ സീറോ വേർഡ്സ് ആയില്ലേ? അതുകൊണ്ട് ഇത് രണ്ടും സെയിം ആണ്, നേരത്തെ പറഞ്ഞത് സെയിം ആണ്. അത് നമുക്ക് മുന്നത്തെ സെയിം കാര്യങ്ങൾ തന്നെ. അത് അടുത്ത എക്സാമ്പിളൊക്കെ ആ ടേബിൾ വരയ്ക്കാൻ തന്നെയാ കേട്ടോ. അതായത് ഈ ടേബിൾ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെയാക്കണം? ഈ 1ന് റെസ്പോണ്ട് ആയിട്ട് ഏതാ 100, ബീറ്റയ്ക്ക് റെസ്പോണ്ട് ആയിട്ട് 010, ബീറ്റ സ്ക്വയറിന് റെസ്പോണ്ട് ആയിട്ട് 001. അടുത്ത അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ എഴുതണം. നമ്മൾ ജസ്റ്റ് ബീറ്റ വെച്ചിട്ട് എഴുതിയെന്നുള്ളൂ. അടുത്ത നമുക്ക് ഇതിന്റെ ഡീകോഡിങ് പറയാം. അതിന്റെ ആവശ്യമുള്ളത് ഡീകോഡിങ് അടുത്ത തീരത്തിന്. നമുക്ക് അടുത്ത ഡീകോഡിങ് പറയാം. അടുത്ത ഡീകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് W(x) റിസീവ് ചെയ്തിരിക്കാം. W(x) എങ്ങനെ എഴുതാം? C(x) പ്ലസ് E(x) എന്ന് പറഞ്ഞ് എഴുതാലോ.
സെൻഡ് വേർഡ് പ്ലസ് എറർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. തൊട്ട് മുന്നത്തെ തിയറം വെച്ചിട്ടാണ് പറഞ്ഞത്. അതായത് തൊട്ട് മുന്നത്തെ തിയറം ഒന്ന് വായിച്ചു നോക്കിയുള്ളൂ. അത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട്. എന്താ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജനറേറ്റർ ഓഫ് സൈക്ലിക് കോഡ് ആണ്. അങ്ങനെയാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മിനിമൽ പോളിനോമിയൽസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അതായത് പ്രൊഡക്റ്റ് ഓഫ് മിനിമൽ പോളിനോമിയൽസ് ആണ് നമ്മുടെ ജനറേറ്റർ പോളിനോമിയൽ എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഏത് വേർഡ് എടുത്താലും അതിനെല്ലാത്തിന്റെയും ആൽഫ റൂട്ട് ആയിട്ട് വരും. അപ്പൊ ഇവിടേക്ക് എടുത്താണ് കേസ് എന്താ, ഈ ഡീകോഡിങ് സൈക്ലിക് ഹാമിംഗ് കോഡായിട്ട് നമ്മൾ എടുത്തത് എന്താ, അവിടെ ജനറേറ്റർ പോളിനോമിയൽ ഒരു എന്തായിട്ട് എടുക്കുക, ഒരു മിനിമൽ പോളിനോമിയൽ ആയിട്ട് തന്നെ അതിന്റെ ജനറേറ്റർ പോളിനോമിയൽ എടുക്കുക. അപ്പൊ പിന്നെ പ്രൊഡക്റ്റ് ഓഫ് മിനിമൽ പോളിനോമിയൽ ആണല്ലോ അത് ഓൾറെഡി. മിനിമൽ പോളിനോമിയൽ ആണ്, മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് സി ഓഫ് ആൽഫയും ഏത് സി ഓഫ് എക്സിനും ആൽഫ എന്തായിട്ട് വരും, റൂട്ടായിട്ട് വരും. അപ്പൊ ഡബ്ല്യു ഓഫ് ആൽഫ ഇവിടെ കണ്ടുപിടിച്ച് എന്ത് വരും, സി ഓഫ് ആൽഫ പ്ലസ് ഇ ഓഫ് ആൽഫ. അപ്പൊ നമുക്ക് എന്ത് കൺസെപ്റ്റ്, സി ഓഫ് ആൽഫ 0 അതെന്ത് വരും, ഇ ഓഫ് ആൽഫ വരും. അത് ഡബ്ല്യു ഓഫ് ആൽഫ എന്ത് വരും, സി ഓഫ് ആൽഫ വരും അല്ലേ. അതുപോലെ ഇ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഏത് വേർഡ് ആയിരിക്കും എപ്പോഴും, ഇ ഓഫ് സം ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു പോളിനോമിയൽ രീതിക്ക് എഴുതിയിട്ട് അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും, ഒരു, കാരണം എന്തായാലും ഇ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ കുറെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്തണതല്ലേ, അതെന്തായാലും ആൽഫയുടെ പവറിലേക്ക് തന്നെ ആക്കാൻ പറ്റും. കാരണം ഫീൽഡാണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡിന്റെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും എന്തായിരിക്കും, ഒരു ആൽഫയുടെ ഏതെങ്കിലും ഒരു പവർ ആയിട്ട് എടുക്കും. അതായത് ഇവിടെ അമ്മ ആൽഫ എന്ന് പറയുന്നതിലും ബീറ്റ സ്ക്വയറോ ബീറ്റ ക്യൂബോ അങ്ങനെ ഏതെങ്കിലും ഒരു പവർ ആയിട്ട് എടുക്കും. അപ്പൊ ഈ ആൽഫ ഐ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഐ, അതായത് ആൽഫ റേസ് ടു സം 2 ആണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എറർ പോളിനോമിയലായിട്ട് ചെയ്തെടുക്കുക ഇ ഓഫ് എക്സ് ആയിട്ട് എക്സ് റേസ് ടു ഐ എടുക്കുക. അപ്പൊ 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ, 3 ആണെങ്കിൽ എക്സ് ക്യൂബ്. എന്നിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുക, ഇ ഓഫ് എക്സിനെ സി ഓഫ് എക്സ് വെച്ച് ആഡ് ചെയ്ത് നമുക്ക്, അല്ല ഡബ്ല്യു എഫ് എക്സ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, സി ഓഫ് എക്സ് കിട്ടും. ഓക്കെ. പക്ഷെ ഇവിടെ നിങ്ങൾ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ആ ടേബിൾ ഉണ്ടെങ്കിലാണ് ആ ഇ ഓഫ് ആൽഫേനെ ആൽഫ റേസ് ടു ഐ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇ ഓഫ് ആൽഫേനെ ആൽഫ റേസ് ടു ഐ. അപ്പൊ ഞാൻ ഇപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഇപ്പൊ ഇ ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് വെറുതെ വരാൻ പറയണേ, ഇ ഓഫ് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടിയെന്നിരിക്കുക, ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ക്യൂബ് ആണ് കിട്ടിയണമെന്നിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആൽഫയ്ക്കും, ആൽഫ എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ ആവുന്നിരിക്കുക. അപ്പൊ എന്ത് വരിക, ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ, ബീറ്റ റേസ് 4 പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ ക്യൂബ്, ബീറ്റ റേസ് 6. അപ്പൊ നിങ്ങൾക്ക് ബീറ്റ കറസ്പോണ്ട് ആയിട്ട് ഒരു വേർഡ് ഉണ്ടാവും. അത് ഞാൻ ഇവിടുത്തെ വേർഡ് എന്തായാലും എഴുതാണ്. ആ 123 പേജിലുള്ള ടേബിൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ബീറ്റ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ഏതാ, 0 1 0 0. അടുത്ത് ബീറ്റ റേസ് 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് 1 1 0 0. ബീറ്റ റേസ് 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് 0 0 1 1. ഇത് മൂന്ന് ആഡ് ചെയ്യാം. എന്താ വരിക, ഫസ്റ്റ് വേർഡ് 1, സെക്കൻഡ് വേർഡ് 0, തേർഡ് വേർഡ് 1, ഫോർത്ത് വേർഡ് 1. അപ്പൊ 1 1 0 1 0 1 1 1 0 1 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീറ്റ ഏതാ വരിക, 1 0 1 1 ബീറ്റ റേസ് 13 വരും. അപ്പൊ നിങ്ങളുടെ എറർ പാറ്റേൺ ഏതാ വരിക, എക്സ് റേസ് 14. അപ്പൊ നിങ്ങൾ ഡബ്ല്യു എഫ് എക്സിന്റെ ഒപ്പം ഏതാ ചെയ്യുക, എക്സ് റേസ് 14 ആഡ് ചെയ്യുക. ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ എടുത്തു പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അന്ന് അടുത്ത ബി സി എച്ച് കോഡിലേക്ക് നമുക്ക് കിടക്കാം. ബി സി എച്ച് കോഡ്, ബോസ് ചൗധരി ഹൊക്കൻഗാം കോഡ്. ഹൊക്കൻഗാം ആ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എനിക്കറിയില്ല, അങ്ങനെയാണ് പറയാ. അതൊരു 2 എറർ കറക്റ്റിംഗ് കോഡാണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2⁻⁻1 ആണ്. 2⁻⁻1 മുകളിലല്ല, താഴെയാണ്. ആ ഒരു മിസ്റ്റേക്കാ, പ്രിന്റ് മിസ്റ്റേക്കാ. 2⁻⁻ അടിയിലാണ് -1. അതൊരു സൈക്ലിക് കോഡാണ്. അത് ജനറേറ്റർ ഏതാ അതിന്റെ വരിക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനറേറ്റർ ജി ഓഫ് എക്സ് ഈക്വൽ ടു M1 ഓഫ് എക്സിന്റെ M3 ഓഫ് എക്സ് ആണ് സാധാരണ എഴുതുക.
അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. M1 M3 ആണ് സാധാരണ എഴുതാട്ടോ അവിടെ. അത് ബീറ്റയുടെയും ബീറ്റ ക്യൂബിന്റെ മിനിമൽ പോളിനോമിയൽ ആയിട്ടാണ് ഇവിടെ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗുണമുണ്ട്. ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മിനിമൽ പോളിനോമിയൽസ് ആണ്. അപ്പൊ നമുക്ക് ഏത് വേർഡ് എടുത്താലും ബീറ്റയും ബീറ്റ ക്യൂബും അതിന്റെ റൂട്ട് ആയിരിക്കും. അതായത് ഇതിൽ ഏത് C(x) എടുത്താലും C ഓഫ് ബീറ്റയും C ഓഫ് ബീറ്റ ക്യൂബും എന്താ വരിക? 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തൊരു കാര്യം എഴുതാം. ഇവിടുത്തെ H എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ H എന്തായിരുന്നു പറഞ്ഞത്? ആ ഹാമിംഗ് കോഡിൽ ബീറ്റ 0 അത് 1, ബീറ്റ 0 എന്ന് എഴുതാലോ. ബീറ്റ റേസ് ടു 1 എക്സിട്ര ബീറ്റ റേസ് ടു 2 റേസ് ടു r -2 ഇങ്ങനെയാണ് എഴുതിയത്. ഇവിടെ നമുക്ക് ബീറ്റ റേസ് ടു -2 ആണ് വരിക. ശരിയാ, ബീറ്റ റേസ് r -2 ആണ് വരിക. അത് നേരത്തെ ഇത് മിസ്റ്റേക്ക് ആകും, ടെസ്റ്റിലും മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതുപോലെ ബീറ്റ ഇവിടെ നമുക്ക് M1 M3 ഉണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഇനൽ പോളിനോമിയൽ എടുത്തായിരുന്നു, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഇവിടെ എന്തും കൂടി എടുക്കണം? ബീറ്റ ക്യൂബ് ഹോൾ സ്ക്വയർ എക്സിട്ര ബീറ്റ ക്യൂബ് ഹോൾ റേസ് ടു 2 റേസ് ടു r -2 അങ്ങനെയും കൂടി എടുക്കണം. അപ്പൊ നിങ്ങൾ ശരിക്കും അപ്പൊ നിങ്ങളുടെ ആ ടേബിൾ എടുക്കുക, 123rd പേജിലെ ടേബിൾ എടുക്കുക, അതിന്റെ H ഒന്ന് എഴുതി വെക്കുക. അതിന്റെ H എഴുതി വെക്കുമ്പോ ഈ ഫസ്റ്റത്തെ കോളംസ് എന്ത് എടുക്കും? ഇങ്ങനെ വേറിട്ട് കിടക്കും. എല്ലാ 6 ലെങ്ത്തുള്ള എല്ലാ വേർഡ്സും കിട്ടും. അവിടുത്തെ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 15 എന്ന് പറയുമ്പോ 2 റേസ് ടു 4 ലെങ്ത്തുള്ള എല്ലാ വേർഡ്സും കിട്ടും. ഫസ്റ്റത്തെ ഈ കിടക്കുന്ന ഈ ഭാഗത്ത്, ഈ ഫസ്റ്റ് കിടക്കുന്ന ഭാഗത്ത് എല്ലാ വേർഡ്സും കിട്ടും 4 ലെങ്ത് ഉള്ളത്. ഇപ്പുറത്തോ ബീറ്റ റേസ് ടു 3 എടുക്കുമ്പോ എവിടെ വെച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പറയാം. ബീറ്റ റേസ് ടു 3, ബീറ്റ റേസ് ടു 6, ബീറ്റ റേസ് ടു 12, ബീറ്റ റേസ് ടു 9 ഇത്ര വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. നിങ്ങൾ നോക്കുക, ഈ ടേബിള് എളുപ്പമാണ്. അതിന്റെ ടേബിൾ അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ 123rd പേജിലുള്ള ടേബിള്. ആദ്യം 130, എനിക്ക് വേണത് അല്ലല്ല 130 പേജിൽ ഏറ്റവും ലാസ്റ്റ് 131 പേജിലാണ് ലാസ്റ്റ് അത് കിടക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു തിയർ ഉണ്ട്. ആ തിയറത്തിന്റെ നിങ്ങൾക്ക് പ്രൂഫ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണമില്ല. അതായത് അത് 2 error correcting കോഡാണ്. N=2 റേസ് ടു r -1 ആണ്. അതിന്റെ ഡയമെൻഷൻ 2 റേസ് ഡയമെൻഷൻ ഈസി ആണല്ലോ. നമുക്ക് H കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ G കണ്ടുപിടിക്കുക അതിലെ റോസിന്റെ എണ്ണമായിരിക്കും. ഇതിന്റെ ഡിസ്റ്റൻസ് 5 ആണ്. കാരണം 2 error correcting കോഡ് ഏതായാലും 2t+1 മോഡൽ എഴുതണ ആകെ എഴുതാൻ പറ്റുള്ളൂ 2 × 2+1 പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ 6 എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓഡ് നമ്പർ എടുക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഡിസ്റ്റൻസ് 5 ആണ് വരിക. ഇനി അടുത്തത് H നിങ്ങൾ ശ്രദ്ധിക്കുക. H എന്താണെന്നത് നമ്മുടെ 123rd പേജിലുള്ള എന്റെ H ആണ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ നോക്കിയേ. ഫസ്റ്റത്തെ കോളംസിൽ അത് നമ്മുടെ ടേബിൾ അങ്ങനെ തന്നെ വന്നു. രണ്ടാമത്തെ കോളം നോക്കിയേ, അതിൽ ആദ്യത്തെ 4 ആൾക്കാർ ആദ്യത്തെ 1 2 3 4 5 പേര് വന്നു. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെയല്ല വന്നാണത്. 1 2 3 4 5 1 2 3 4 5 1 2 3 5 5 റിപ്പീറ്റ് ചെയ്ത് വന്നാണ്. ഇതിന്റെ അൽഗോരിതം ആണ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ഇതിന്റെ അൽഗോരിതം പഠിച്ചു വെക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് അതിന്റെ അൽഗോരിതം പഠിക്കാം. 134th പേജിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം? സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യാം. സിൻഡ്രോം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? W/H അല്ലേ. W/H എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം S1 S3. എന്തുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞ വെച്ചാൽ W/H നമ്മ H-നെ രണ്ട് കോളമായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതിയല്ലേ. അപ്പൊ W/H ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു 8 ലെങ്ത്തുള്ള വേർഡാണ് കിട്ടുക. സോറി, W എന്ന് പറയുന്നത് നമ്മൾ ഈ 15ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1/15 വരും. എന്താ വരിക? 15/8 വരും. 8 ലെങ്ത്തുള്ള ഒരു വേർഡാണ് കിട്ടുക.
S1 S3 അതായത് WH കഴിഞ്ഞാൽ 8 ലെൻസ് ഉള്ള വേർഡ് കിട്ടുക. അതിൽ ആദ്യത്തെ 4 ആൾക്കാരെ S1 എന്ന് വിളിക്കുക, അടുത്ത 4 ആൾക്കാരെ S3 എന്ന് വിളിക്കുക. S1 എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ, ബീറ്റയുടെ. S3 എന്ന് വിളിക്കുന്നത് ബീറ്റ ക്യൂബിന്റെ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ എടുക്കുക. ഇതിനെന്ത് വിളിക്കാം? S1നെ W ഓഫ് ബീറ്റ, S3നെ W ഓഫ് ബീറ്റ ക്യൂബ് എന്ന് പറഞ്ഞ് വിളിച്ചു. അടുത്ത ഈ S1 മൈനസ് S3 അല്ല കേട്ടോ, അത് ഇഫ് ഈക്വൽ ടു S3 ഈക്വൽ ടു 0. അതായത് S1 S3 അതായത് W ടച്ച് ചെയ്തപ്പോൾ 0 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? നോ എറർ, എറർ ഒന്നുമില്ല, മനസ്സിലായില്ലേ? ഇനി അടുത്ത കേസ് എന്താ? S1 ഈക്വൽ ടു 0 വന്നു, S3 നോട്ട് ഈക്വൽ ടു 0 വന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീട്രാൻസ്മിഷന് വേണ്ടി അയക്കും. അപ്പൊ ഈ കേസും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത കേസ് എന്താ? S1 ക്യൂബ് ഈക്വൽ ടു S3. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ഈ S1 ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് S1 എന്ന് പറയുന്ന വേർഡ് എടുക്കുക, അതിന് കറസ്പോണ്ട് ഒരു ബീറ്റയുടെ ഒരു പവർ ഉണ്ടാവും അല്ലെ? അതുപോലെ S3 എന്ന് പറഞ്ഞ വേർഡ് എടുക്കുക, അതിന് കറസ്പോണ്ട് ബീറ്റയുടെ ഒരു പവർ ഉണ്ടാവും. S1ന് കറസ്പോണ്ട് ഉള്ള ബീറ്റയുടെ പവറിന്റെ ഓൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ S3 എന്ന് പറയുന്നത് അതിന്റെ ബീറ്റയുടെ പവർ കിട്ടുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ വന്നിരിക്കുക, S1 ക്യൂബ് ഈക്വൽ ടു S3. അതായത് ആദ്യം S1 വന്നു, എന്നിട്ട് അടുത്ത അതിന്റെ S1ന്റെ ക്യൂബ് വന്നു. അങ്ങനെയാണ് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു എററാണ് ഇവിടെ ഇന്റർ ഏതാ? X⁻I ആണ്. ഒരു എറർ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിൽ മാത്രം. അപ്പൊ X⁻I മാത്രം. അപ്പോഴത്തെ എറർ പാറ്റേൺ X⁻I. ഈ I എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ S1നെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു β⁻I മോഡലിൽ എഴുതാന്ന് ഞാൻ പറഞ്ഞില്ലേ? S1 എന്ന് പറഞ്ഞാൽ 4 ലെൻത്തുള്ള വേർഡ് ഉണ്ട് കിട്ടാം. ആ വേർഡിനെ β⁻I മോഡലിൽ നമ്മുടെ ടേബിളിൽ നോക്കി എഴുതാം. ആ β⁻I എത്രയാണ്? അപ്പൊ β⁻5 ആണെന്ന് ഇരിക്കുക. അപ്പൊ β⁻5 ആണെങ്കിൽ X⁻5 ആയിരിക്കും അവിടുത്തെ എന്ത് വരിക? എറർ വരിക. അപ്പൊ എറർ X⁻5 ആണെങ്കിൽ W(x)ന്റെ ഒപ്പം X⁻5 ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് S1 ക്യൂബ് ഈക്വൽ ടു S3 ആയിട്ടുള്ള കേസ്. ഇനി അടുത്ത കേസ് എന്താ? S1 ക്യൂബ് ഈക്വൽ ടു S3 ഒന്നല്ല. അപ്പം മുകളിലത്തെ കേസുകളൊന്നും അല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പോളിനോമിയൽ ഉണ്ടാക്കണം. എന്താ? X² പ്ലസ് S1x പ്ലസ് S3/S1 പ്ലസ് S1² ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു പോളിനോമിയൽ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഈ പോളിനോമിയലിന്റെ റൂട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് β⁻ iയും β⁻jയും കിട്ടും. അതായത് ഇതിന്റെ റൂട്ട് β⁻iയും β⁻j ആണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എറർ പാറ്റേൺ ഏതായിരിക്കും? X⁻I പ്ലസ് X⁻j ആയിരിക്കും. അതാണ് C(x)ന്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഇതിന് രണ്ട് ഡിസ്റ്റിന്റ് റൂട്ട് വന്നേ പറ്റൂ, എന്നാൽ മാത്രമാണ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഡിസ്റ്റിന്റ് റൂട്ട് അല്ല വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിൽ കൂടുതൽ എറർ വന്നിട്ടുണ്ട്. എറർ കറക്റ്റിംഗ് പാറ്റേൺ കോഡാണ്, അതുകൊണ്ട് രണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇതിലെ ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആയതാ. ഈ റൂട്ട് കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്, ഇമ്പോർട്ടന്റും ആണ്. നിങ്ങൾ ഈ S1 എന്ന് പറഞ്ഞ S1 വേർഡ് ആയിട്ട് എടുത്താലും കിട്ടില്ല. അതിന് ബീറ്റയുടെ പവറിൽ തന്നെ ടേബിൾ നോക്കി എഴുതണം. അപ്പൊ ആ ടേബിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ടേബിൾ, ഈ പ്രോബ്ലം ചോദിച്ചാൽ ഈ ടേബിൾ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് കിട്ടും. ഞാൻ ഇതിന്റെ ഒരെണ്ണം ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിക്കോ. അതിൽ ഞാൻ ആ ഇക്വേഷന്റെ ഭാഗം തുടങ്ങി ഞാൻ പറയാം. S1 ഇവിടെ എന്താ വന്നത്? β⁻11 ആണ്. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ്. S3 എന്ന് പറയുന്നത് എന്താ? β⁻8. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഞാൻ ഫോം ചെയ്യണ X² പ്ലസ് S1x പ്ലസ് S3/S1 പ്ലസ് S1² ഈക്വൽ ടു 0. അതെന്ന് പറഞ്ഞാൽ എന്താ? X² പ്ലസ് S1x, അതായത് β⁻11x പ്ലസ് S3/S1 എന്താ വരിക? β⁻3. S3/S1 എന്ന് പറഞ്ഞാൽ β⁻3 ആണ് വരിക. S1²ഓ β⁻22, അതെന്ന് പറയുന്നത് 15 കുറയ്ക്കുമ്പോൾ β⁻7 വരും. ഇനി നിങ്ങൾ β⁻3 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയോ? 15 3 കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? β⁻12 പ്ലസ് β⁻7 വരും.
അപ്പൊ നിങ്ങൾ ബീറ്റ റൈസ് ടു 7 ബീറ്റ റൈസ് ടു 12 കറസ്പോണ്ടുള്ള വേർഡ് എടുക്കുക. അവിടെ നിങ്ങൾ ടേബിളിൽ പോയിട്ട് വേർഡ് എടുക്കുക, അത് രണ്ട് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വേർഡില്ലേ ആ വേർഡിന് കറസ്പോണ്ടുള്ള ബീറ്റ ഏതാന്ന് കണ്ടുപിടിക്കുക. അത് ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് ചെയ്താണ്. ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 0. ഇനി നിങ്ങൾക്ക് സാധാ ചെയ്യണ പോലെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഏതാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ റൂട്ട് നിങ്ങൾ ബി സ്ക്വയർ മൈനസ് 4ac അതൊന്നും വെച്ച് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? അതായത് റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റൂട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ സ്ക്വയർ വരണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ റൈസ് 11 വരണം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോൺസ്റ്റന്റ് ടേം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് ടേം കിട്ടണം, രണ്ട് റൂട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ കോഫിഷ്യന്റ് കിട്ടണം. അപ്പൊ ബീറ്റ സ്ക്വയർ എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ വരിക? ബീറ്റ ഇൻറ്റു ബീറ്റ എന്ത് വരും? ബീറ്റ സ്ക്വയർ വരും. അപ്പൊ രണ്ട് റൂട്ടും ബീറ്റ ആവാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ബീറ്റ പ്ലസ് ബീറ്റ എന്ത് വരണം? 0 ആണ് വരിക. ബീറ്റ പ്ലസ് ബീറ്റ 0 ആണ് വരിക. അതുകൊണ്ട് ബീറ്റ റൈസ് 11 അല്ല. അടുത്ത് ബീറ്റ സ്ക്വയർ വരാൻ ചാൻസ് ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? ബീറ്റ സ്ക്വയർ ഇൻറ്റു 1. ആ കേസ് നമുക്ക് നോക്കേണ്ട ആവശ്യമാണ്. ബീറ്റ സ്ക്വയറും ബീറ്റ റൈസ് 11 ഈക്വൽ അല്ല. അടുത്ത എന്താ? ബീറ്റ റൈസ് ടു 3 ഇൻറ്റു എന്ത് ചെയ്താലാ ബീറ്റ സ്ക്വയർ വരിക? ബീറ്റ റൈസ് ടു 3 ഇൻറ്റു ബീറ്റ റൈസ് ടു 14 ചെയ്തു. ബീറ്റ റൈസ് ടു 3 ഇൻറ്റു ബീറ്റ റൈസ് ടു 14 ചെയ്ത് എന്താ വരിക? ബീറ്റ റൈസ് ടു 17 എന്ന് പറഞ്ഞാൽ ബീറ്റ സ്ക്വയർ ആണ് വരിക. ബീറ്റ റൈസ് 2 ഇൻറ്റു ബീറ്റ റൈസ് 3 ഇൻറ്റു ബീറ്റ റൈസ് 14 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ബീറ്റ സ്ക്വയർ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? ബീറ്റ ക്യൂബ് പ്ലസ് ബീറ്റ റൈസ് 4 ടേബിളിൽ വെച്ച് ആഡ് ചെയ്ത് നോക്കുക. അത് ആഡ് ചെയ്യുമ്പോൾ ബീറ്റ റൈസ് 11 കറസ്പോണ്ടുള്ള വേർഡാണോ കിട്ടണമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ അതല്ല കിട്ടുക. അടുത്ത് ബീറ്റ ക്യൂബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്തെടുക്കുക? ബീറ്റ റൈസ് 4ഉം ബീറ്റ റൈസ് ടു 15 എടുക്കുക. സോറി, ബീറ്റ റൈസ് 15 അല്ല, ബീറ്റ റൈസ് 13. അത് രണ്ടും എടുക്കുക. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ബീറ്റ സ്ക്വയർ ആണ് വരിക. കാരണം 4 പ്ലസ് 13 അതെന്താ വരിക? 17 എന്ന് പറയുന്നത് 15 പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ടാണല്ലോ. അപ്പൊ ബീറ്റ സ്ക്വയർ ആണ് വരിക. ഇനി ബീറ്റ റൈസ് 4ഉം ബീറ്റ റൈസ് 13 ആഡ് ചെയ്യുക. ബീറ്റ റൈസ് 11 ആണോ കിട്ടണമെന്ന് നോക്കാം. ബീറ്റ റൈസ് 11 ആയിരിക്കും. അതെ, ബീറ്റ റൈസ് 11 ആണ്. അപ്പൊ ഇതിന്റെ എറർ പാറ്റേൺസ് പറഞ്ഞാൽ ഏതൊക്കെയാ വരിക? ബീറ്റ റൈസ് ടു 4ന് കറസ്പോണ്ട് ആയിട്ട് എക്സ് റൈസ് ടു 4ഉം ബീറ്റ റൈസ് 13 കറസ്പോണ്ട് എക്സ് റൈസ് ടു 13ഉം. ഇതാണ് എന്ത് വരിക? ഇ ഓഫ് എക്സ് വരിക. ഇ ഓഫ് എക്സിനെ സി ഓഫ് എക്സ് വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു ഓഫ്ലൈൻ സെക്ഷൻ വെച്ചിട്ട് തീർക്കാം.